ഹായ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നേരെ ഫ്രഷൊക്കെ ആയിട്ട് ജിമ്മിൽ പോകണം. രാവിലെ ജിമ്മിലേക്കുള്ള പരിപാടിയാണ്. നേരെ ജിമ്മിൻ്റെ സ്റ്റെപ്പുകൾ കയറി 3-ാം നിലയിലാണ് ജിമ്മ്. സ്റ്റെപ്പുകൾ കയറി പോകുന്നു. ഇന്ന് ലെഗ് ഡേ ആണ്. തിരിച്ചിറങ്ങി വരുമ്പോൾ നല്ല പാടായിരിക്കും. അതുകൊണ്ട് സ്റ്റെപ്പൊക്കെ പതുക്കെ ഇറങ്ങി വരുന്നു. ലെഗ് ഡേ ആണ്. ഭയങ്കര വേദന, കാലിന് ഇറങ്ങി വരുമ്പോൾ ചാവും നമ്മൾ. എന്നിട്ട് വേറെ സൂപ്പർ മാർക്കറ്റിൽ കയറി. കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. എല്ലാം തീർന്ന്, മാസം ആദ്യമായപ്പോഴത്തേക്കും എല്ലാം തീർന്ന്. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറി സാധനമൊക്കെ ഒന്ന് മേടിച്ചു. നേരെ വീട്ടിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോഴത്തെ ഭയങ്കര വിശപ്പായി. സൂപ്പർ മാർക്കറ്റിൽ കയറി ഭയങ്കര താമസമായിരുന്നു. പിന്നെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് പെറുക്കിയിട്ട് എല്ലാം ഉണ്ടോ എന്നൊക്കെ അമ്മയൊന്ന് കാണിച്ച് അമ്മയ്ക്ക് ബോധ്യപ്പെടണം. ഇന്ന സാധനങ്ങൾ ഞാൻ മേടിച്ചു എന്നൊക്കെ ബോധ്യപ്പെടുത്തി. അതിൻ്റെ വറ്റൽമുളക് ഉണ്ടായിരുന്നു. അത് നേരെ കൊണ്ടുവന്ന് മുറ്റത്ത് ഉണക്കാൻ വെച്ച്. ഒന്ന് ഇങ്ങനെ കവറിനകത്ത് ഇരുന്നുകൊണ്ട് ഇന്ന് ഇതായിട്ടിരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ പൂച്ചക്കുഞ്ഞുങ്ങൾ, അയ്യോ ഇതെന്ത് രസമെന്നറിയാം. കൊച്ചു പിള്ളേരൊക്കെ കളിക്കുന്ന പോലെയൊക്കെ നല്ല രസം. ഇവർ അടിയിടുന്നതാണോ സ്നേഹിക്കുന്നതാണോ ഒന്നും അറിയത്തില്ല. ഭയങ്കര കലപില. 3 പേരുണ്ട്. 3ഉം കൂടെ എന്തോ ഇതെന്നറിയോ, കർട്ടനെ വലിഞ്ഞ് കയറുക, അങ്ങനെ ഭയങ്കര കലാപരിപാടി. നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. സത്യം പറഞ്ഞാൽ TV ഒന്നും വേണ്ട, ഇത് കണ്ടുകൊണ്ടിരുന്നാൽ മതി. ഭയങ്കര എൻ്റർടൈൻമെൻറ്റ്, ഭയങ്കര രസമാണ്. നല്ല രസമാണ്. കുഞ്ഞു പൂച്ചകളല്ലേ, നല്ല രസമാണ്. എന്നിട്ട് പിന്നെ നേരെ ഉച്ചക്കത്തേക്കുള്ള പരിപാടിയിലേക്ക് പോവുകയാണ്. അതിന് കളിയൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ട് അവിയൽ വെക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഡയറ്റിങ് ആയതുകൊണ്ട് തന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ കഴിക്കാം എന്നുള്ള രീതിയിലാണ് അവിയൽ വെക്കുന്നത്. അപ്പം അവിയലാകുമ്പോൾ കുറച്ച് പച്ചക്കറി നമ്മുടെ ഉള്ളിലേക്ക് കയറും എന്ന് വിചാരിച്ചിട്ട് കുറേ അമ്മ ഉള്ള പച്ചക്കറി എല്ലാം അരിഞ്ഞിട്ട് ഇത് വെക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ വെള്ളം ഒഴിക്കാതെ അവിയൽ വെക്കുന്നത്. കാരണം ഈ വെള്ളരിക്കയൊക്കെ ഇടുന്നുണ്ട്. ഈ വെള്ളരിക്കയൊക്കെ വെന്ത് വരുമ്പോൾ ഇതിൻ്റെ വെള്ളം ഇറങ്ങി അത് സെറ്റായിക്കോളും. പിന്നെ അതിൻ്റെ അരപ്പ് ഞാൻ അരച്ച് കൊടുത്ത്, തേങ്ങയൊക്കെ തിരുമ്മി അതിൻ്റെ അരപ്പിൽ ഞാൻ സെറ്റാക്കി അരച്ച് കൊടുത്ത് അമ്മ നേരെ അവിയൽ എല്ലാം അരപ്പൊക്കെ ഇട്ടെല്ലാം സെറ്റാക്കി. അതിന് ശേഷമാണെങ്കിൽ പിന്നെ ഉച്ചക്കത്തേക്കിന് മീൻ പറ്റിക്കണം. അതായത് മത്തി മേടിച്ചത് പറ്റിക്കാൻ വേണ്ടി എടുത്തത് ഞാൻ നേരെ തേങ്ങയൊക്കെ തിരുമ്മി അതിൻ്റെ പറ്റിക്കുമായിരുന്നു ചെയ്തത്. അപ്പം മാങ്ങയിട്ട് പറ്റിക്കാൻ നമ്മൾ പറഞ്ഞു. അപ്പം മാങ്ങയും തേങ്ങയെല്ലാം തിരുമ്മി അതെല്ലാം സെറ്റാക്കി കൊടുത്ത് തേങ്ങയ്ക്ക് അരച്ചെല്ലാം വെച്ചിട്ട് ഞങ്ങളുടെ വീട്ടിൽ മരം മുറിക്കുമായിരുന്നു ഇന്ന്. അപ്പം പിന്നെ മരം മുറിക്കുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് കാണാൻ പോയി. അവിടെ മരം മുറിക്കുന്നത് കണ്ടപ്പോൾ ഉച്ചയൂണായി. ഉച്ചയൂണ് നല്ല ഗംഭീരമായ ഒരു ഉച്ചയൂണൊക്കെ കഴിച്ച് അതുകൊണ്ട് 4 മണിക്ക് ഒരു ചായയൊക്കെ കുടിച്ച് ഇരുന്ന്, കോഫിയാണ് ഞാൻ കുടിക്കുന്നത്. പിന്നെ മരം മുറിക്കുന്നിടത്തോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഇറങ്ങി ഒന്ന് കണ്ട് അതെന്തൊക്കെ എല്ലാം മുറിച്ച് എല്ലാവരും കൊണ്ടുപോയി. പിന്നെ വൈകുന്നേരം മീൻ മേടിക്കാൻ പോയി. നല്ല ചൂരമീൻ കിട്ടി. നല്ല ചൂരമീൻ കിട്ടി. ഞാൻ അവിടുന്ന് വെട്ടി മേടിച്ചായിരുന്നു. അതിനുശേഷം വീട്ടിൽ കൊണ്ടുവന്ന് നേരെ അത് കറിയാക്കി. വൈകുന്നേരത്തേക്കിന് ചോറല്ല, നമ്മൾ ചപ്പാത്തിയാണ് കഴിക്കുന്നത്. അപ്പോൾ വൈകുന്നേരത്തേക്കിന് ചപ്പാത്തിയെല്ലാം അമ്മ സെറ്റാക്കും. ചപ്പാത്തി നമ്മൾ വീട്ടിലുണ്ടാക്കും. ചപ്പാത്തി ഉണ്ടാക്കി നേരത്തെയൊക്കെ കടയിൽ നിന്ന് മേടിക്കുമായിരുന്നു. ഇപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കും. ഞാൻ ചപ്പാത്തി എല്ലാം ഉണ്ടാക്കി ഞങ്ങൾ രാത്രി കഴിച്ചു. ഓക്കെ, ബൈ.